പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടുപോകാൻ, വീണുപോകാൻ എന്നെ അനുവദിക്കരുതേ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് നിർദ്ദേശം തരണേ, എനിക്ക് ഗൈഡൻസ് തരണേ. അതാണ് പ്രലോഭനത്തിന് വീഴാൻ ഞങ്ങൾ അനുവദിക്കരുതേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 63-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹാലിലൂയ, ഹാലിലൂയ, ഹാലിലൂയ. സഹോദരങ്ങളെ, കർത്തൃ പ്രാർത്ഥനയുടെ 7 യാചനകളിൽ 3 യാചനകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ 62 സെഷനിലൂടെ. ഇപ്പം നമ്മൾ 2-ാം ഭാഗത്തിലുള്ള 4 യാചനകളിലേക്ക് കടക്കുകയാണ്. കർത്തൃപ്രാർത്ഥന 2 ഭാഗമായിട്ടാണല്ലോ നമ്മൾ വീട്ടിലും ഗ്രൂപ്പിലും ഒക്കെ ചെല്ലുമ്പോൾ മാറി മാറി ചൊല്ലാറുള്ളത്. അത് വെറുതെ ഒരു സൗകര്യത്തിന് വേണ്ടി മുറിച്ചിരിക്കുന്നത് മാത്രമല്ല, ഈ 2 ഭാഗമായിട്ട് നിൽക്കുന്നത് 2 പ്രത്യേകമായ മേഖലയിലേക്ക് നമ്മുടെ സത്യം കൊണ്ടുപോകുന്നത്. നമ്മൾ ആദ്യ ഭാഗം കണ്ടു കഴിഞ്ഞു. അവിടെ നമുക്ക് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അതെന്താണ്, അതിലേക്ക് എങ്ങനെ വരാൻ പറ്റും, അത് വരുമ്പോൾ അനുഭവം എന്താണ്, അത് കണ്ടു കഴിഞ്ഞു. അതൊരു പ്രോജക്റ്റാണ്, ഒരു പ്രോഗ്രാമാണ്, ദൈവിക പദ്ധതിയുടെ ചിത്രമാണത്. ഈ 2-ാമത്തെ ഭാഗത്ത് ഈ ഒരു ദൈവിക പദ്ധതി വളരെ പ്രായോഗികമായിട്ട് എൻ്റെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ എങ്ങനെ സ്വന്തമാക്കാം, അന്വർത്ഥമാക്കാം, അനുഭവമാക്കാം എന്നുള്ളതിൻ്റെ പ്രായോഗിക നടത്തിപ്പിൻ്റെ വിശദാംശങ്ങളാണ് മനോഹരമായിട്ട് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ആദ്യത്തെ ഭാഗം മാത്രമായാൽ ഒന്നും ആവുകയില്ല. 8-ലെ പശു പുല്ല് തിന്നിയാലെന്നൊക്കെ പഴഞ്ചൊല്ല് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതെങ്ങനെ നടക്കും? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലാകണം, ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ നടക്കും. അത് നടപ്പിലാക്കാനുള്ള മാർഗമാണ് 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ആഴപ്പെട്ട ബന്ധം തമ്മിലുണ്ട്. നമ്മൾ പൊതുവായിട്ട് കുറേ കാര്യങ്ങൾ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ച് ആരംഭത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞു പോരുകയാണ്. എങ്കിലും ഞാൻ ഒരു പൊതുചിത്രം കൂടെ ഒന്ന് അവതരിപ്പിക്കേണ്ട ചെറിയൊരു ഉദാഹരണത്തിലൂടെ. എന്നുവെച്ചാൽ ഒരു അപ്പായും കുഞ്ഞും, ഒരപ്പായും കുഞ്ഞും. ഈ കുഞ്ഞ് അപ്പായുടെ പക്കൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് മടിയിൽ കയറും. അപ്പായുടെ മടിയിൽ കയറിയിട്ട് അപ്പായി കെട്ടിപ്പിടിക്കും, മൊത്തം കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി പുഞ്ചിരിക്കും. എന്നിട്ട് കൊച്ചു പറയാണ്, ഓ എൻ്റെ അപ്പായാണ് ഈ ഭൂമിയിലുള്ള ഏറ്റവും നല്ല അപ്പ. കൂട്ടുകാരുടെ അപ്പാമാരെയൊക്കെ എനിക്കറിയാം, പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല അപ്പ എൻ്റെ അപ്പായാണ്. എൻ്റെ അപ്പ ഏറ്റവും സുന്ദരനാണ്, നല്ലതാണ്, ഏറ്റവും ഇല്ലേ. ഈശോ പറയുന്നില്ല, എൻ്റെ പിതാവ് എല്ലാവരെക്കാൾ വലിയവനാണ്. അങ്ങനെ പറഞ്ഞു നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട അപ്പ അല്ലെ അമ്മയാണ് ഏറ്റവും വലിയ ആള്. അത് അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ പങ്കുവെക്കൽ ഒരു കൊച്ചു അപ്പയുടെ പക്കൽ കൊടുക്കുന്നു, അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ. ഇതാണ് യഥാർത്ഥത്തിൽ അങ്ങയുടെ നാമം പൂജിതമാകുന്ന അനുഭവം നമ്മൾ സ്വന്തമാക്കും ദൈവത്തെക്കുറിച്ച്. 2-ാമത്തേത്, അങ്ങനെ അപ്പായുടെ സ്നേഹം അനുഭവിച്ച്, സാന്നിധ്യം അനുഭവിച്ച് അപ്പായെ നോക്കി ഇങ്ങനെ ലയിച്ചിരിക്കുന്ന കുഞ്ഞിനോട് അപ്പ എന്തു പറഞ്ഞാലും കൊച്ചനുസരിക്കും. അപ്പ പറയും, മോനെ അവിടെ പോയത് മേടിച്ചിട്ടോ, ഇപ്പം മേടിച്ചിട്ടോ അപ്പ, ഓടി ചെല്ലുക, അത് ചെയ്തുകൊണ്ട് വരും. എന്താ, എൻ്റെ അപ്പ പറഞ്ഞ ഞാൻ ചെയ്യും. അപ്പയുള്ള സ്നേഹം, ഇഷ്ടം അവിടെ ഞാൻ എന്തും ചെയ്യും. എൻ്റെ അപ്പ പറയുന്ന ഒരു കാര്യം പോയി ഞാൻ അവഗണിക്കില്ല. ഈശോ പറയുന്നില്ലേ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ പൂർണ്ണമായിട്ടും നിറവേറ്റും. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. അവിടുന്ന് ആവശ്യപ്പെടുന്ന മാത്രം, അവിടുന്ന് ചെയ്യാൻ പറയുന്ന കാര്യം മാത്രം ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ ഞാൻ അപ്പായുടെ ഉള്ളത്തോടെ എൻ്റെ ഉള്ളത്തെ ചേർത്ത് വെച്ചിരിക്കുകയാണെന്ന് ഈശോ പറയുമ്പം അതിനെ കൊച്ചു പറയുകയാണ്, അപ്പ എന്ത് പറഞ്ഞ് അപ്പോഴേ ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒരു കുഞ്ഞ്. അതാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം. അപ്പായുടെ മനസ്സ് അല്ലെങ്കിൽ ഇഷ്ടം, താല്പര്യങ്ങൾ അതേപടി അനുസരിക്കുന്നു, പൂർത്തീകരിക്കുന്നു. ഇനി അങ്ങനെ ഒരു കൊച്ച് എല്ലാം ചെയ്തുകൊണ്ട് വരുമ്പം അപ്പ ഉദ്ദേശിക്കുന്ന പോലെ കുഞ്ഞിൻ്റെ ജീവിതം വിടർന്ന് തെളിഞ്ഞു വരും. കുഞ്ഞ് കൊച്ചായിരിക്കും, നഴ്സറി ചേർത്ത് കഴിയുമ്പോൾ അപ്പ പറയുന്നതെല്ലാം കൊച്ചിരുന്ന് പഠിക്കും, ചെയ്യും. അപ്പോൾ നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് വരുന്നു. പിന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവിടെ ഓരോ ക്ലാസ്സിൽ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 അപ്പ പറയാണ് ഇന്ന ചെയ്ത് അങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിച്ചു. അപ്പ പറഞ്ഞു നീ മെഡിസിന് ചേരണം, നിന്നെ നല്ലൊരു ഡോക്ടറാക്കാൻ എനിക്ക് ആഗ്രഹം. അപ്പ ഞാൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞു അപ്പായുടെ ഇഷ്ടം വെച്ച് ചെയ്തു വരുന്നൊരു കുഞ്ഞ് വളർന്ന് വരുമ്പം ആ കുഞ്ഞിലേക്ക് നോക്കുമ്പോഴെല്ലാം അപ്പായുടെ
കണ്ണുകൾ വിടരും, മുഖം തെളിയും. അപ്പായുടെ ഉള്ളു മുഴുവനും പ്രാവർത്തികമാക്കിക്കൊണ്ട് അന്വർത്ഥമാക്കി സ്വന്തമാക്കിക്കൊണ്ട് ഉള്ള ഒരു മകൻ. അതാണ് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പ എന്തെല്ലാം കുഞ്ഞിനെ സ്വപ്നം കാണുന്നുവോ, ആഗ്രഹം എടുക്കുന്നു, കുഞ്ഞിനോട് എന്തെല്ലാം കരുതുമോ അതെല്ലാം സ്വന്തമാക്കിയിട്ട് കുഞ്ഞ് കയറി വരും. അത് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അവിടെ കൊച്ചു പറയണം, അപ്പ ഞാൻ വലുതായി കഴിയുമ്പം അപ്പായിക്ക് എന്നെക്കുറിച്ച് ഒരിക്കലും സങ്കടപ്പെട്ട് വരികയില്ല. എന്നെ നോക്കുമ്പോൾ എല്ലാ അപ്പായിക്ക് അഭിമാനമായിരിക്കും, സന്തോഷമായിരിക്കും, തൃപ്തിയായിരിക്കും. അങ്ങനത്തെ ഒരു മോളായിരിക്കും, മോനായിരിക്കും ഞാൻ. അങ്ങ് അപ്പായുടെ ഇഷ്ടം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റും. ഇത്തരം കാര്യങ്ങൾ ഇതിങ്ങനെ അപ്പായി കെട്ടിപ്പിടിച്ച് പറയുന്നു. അപ്പം പറയുന്നതെല്ലാം ചെയ്തനുസരിച്ച് പോകുന്നു. ഇത് ഭാവിയിൽ അങ്ങനെ ആകുമെന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രം ആയോ? ഇല്ല. അതിനിപ്പോൾ ആകണം. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതൊരു ദീർഘമായ പ്രക്രിയയാണ്. ഒരു ജീവിതം മുഴുവനും കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രക്രിയ ഈ കൊച്ചിന്. അപ്പോൾ കൊച്ചു പറയാണ്, ഇനി എൻ്റെ പ്രായോഗിക വശം പറയുകയാണ്. അതുകൊണ്ട് അപ്പ ഞാൻ ഓരോ ദിവസവും എന്നാ ചെയ്യണമെന്ന് അപ്പ തീരുമാനിച്ചിട്ട് അത് അപ്പ എനിക്ക് പറഞ്ഞു തരണം. എനിക്കത് മാത്രം മതി. ഓരോ ദിവസവും അന്നന്ന് വേണ്ടത് അപ്പ എനിക്ക് പറഞ്ഞു തന്നേക്കണം. ഇപ്പം ഞാൻ എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എപ്പോഴേറ്റു വേണം, രാവിലെ ഏത് വിഷയം പഠിക്കണം, ഇപ്പം കളിക്കാൻ പോകണോ, പ്രാർത്ഥിക്കണോ, അപ്പാടെ കൂടെ വരണം, അപ്പ പറഞ്ഞാൽ മതി. അപ്പ പറയുന്ന പോലെ അതാണ് എനിക്ക് സന്തോഷം. അപ്പാടെ എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഇനി ഏത് കോഴ്സ് പഠിക്കണം, അപ്പം മുന്നോട്ട്. അപ്പം ഇന്നത്തെ കാര്യം അപ്പ പറഞ്ഞേരെ, ഇപ്പം ഞാൻ ചെയ്യാം. കണ്ടോ അപ്പ ഇത് അന്നു വേണ്ട ആഹാരം ഇന്ന് തരണേ, ഇന്ന്. അങ്ങനെ ഓരോ ഇന്ന് വരുമ്പോഴാണ് ജീവിതം മുന്നോട്ട് വരുന്നത്. അപ്പം ഇത് വളരെ പ്രാക്ടിക്കലാണ്. അപ്പായെ നോക്കിക്കൊണ്ട് അപ്പായ പറയുന്ന അനുസരിച്ച് മാത്രം അപ്പ തരുന്നതെടുത്ത് ചുവട് വെച്ച് നീങ്ങുന്നു. ഇതൊന്നാമത്തെ കാര്യം. ഇനി അങ്ങനെ നീങ്ങുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ കൊച്ച് ചിലപ്പം ചില കാര്യങ്ങൾ അപ്പ പറയുന്നത് ശ്രദ്ധിക്കാതെ സ്വന്തം താല്പര്യം വെച്ച് ഇച്ചിരി ചെയ്തു പോകുന്നുണ്ട്. അല്ല കൂട്ടുകാർ പറയുന്ന വെച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കൊച്ചിനെയും അപ്പനെയും വെറുക്കുന്ന ചില ആൾക്കാരൊക്കെ അയൽപക്കത്തുണ്ട്. അവർ കൊച്ചിനെ പുള്ളിക്കുളത്തിൽ പോയ വഴിക്ക് വേറെ വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോയി തെറ്റിക്കാൻ നോക്കുന്നു. ഇങ്ങനെ ചില മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ഇത് കൊച്ചിന് തിരിയുന്നുണ്ട്. അതുകൊണ്ട് കൊച്ചു പറയും, അപ്പ ഞാൻ എപ്പോഴെങ്കിലും അപ്പായുടെ വഴിയിൽ നിന്ന് മാറി അപ്പ ഉദ്ദേശിക്കാത്തവർ എവിടെയെങ്കിലും പോകാൻ ഇട വന്നാൽ അപ്പ എന്നോട് ക്ഷമിക്കണം, ഞാൻ അപ്പോഴും കൂടി വന്നോളാം, തെറ്റിപ്പോയെന്ന് പറഞ്ഞോളാം. ഞാൻ എവിടെയെല്ലാം അപ്പായിക്ക് വേദന തന്നുകൊണ്ട് അപ്പായുടെ വഴി നിന്ന് മാറിപ്പോകുന്നിട്ട് അപ്പ കണ്ടാലും അപ്പ എന്നെ ഉപേക്ഷിച്ചേക്കരുത്. അപ്പ എന്നെ എന്നതാ പടക്കുളത്തിൽ നിന്ന് തോറ്റ് കഴിയുമ്പോൾ പേര് വെട്ടും. അല്ലെ 2 ദിവസം ക്ലാസ്സിൽ വന്നില്ല ഉടനെ ആളുടെ പേര് വെട്ടി എന്നൊക്കെ പണ്ട് പറയാറ്. പേര് വെട്ടി ഈ ക്ലാസ്സിക്കാരണ്ട. അപ്പ എൻ്റെ പേര് വെട്ടിയേക്കരുത് അപ്പായുടെ. അല്ലെങ്കിൽ അപ്പ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടേക്കരുത്. ഞാൻ ഇനിയും പഠിക്കാം. കൊച്ച് ടീച്ചറിന് പറയുന്നത്, ഇനി ഇനിയും പഠിച്ചോളാം, തോറ്റുപോയി പക്ഷേ ഞാൻ പഠിച്ചോളാം, ടീച്ചർ എന്നെ ഇറക്കി വിടല്ല, എന്നെ പേര് വെട്ടല്ല എന്ന് പറഞ്ഞാൽ അപ്പ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചേക്കരുത്, ഞാൻ തിരിച്ചു വന്നോളാം. അതിന് അപ്പ പറയുന്നത്, എന്ത് ഞാൻ ചെയ്തോളാം. അതാണ് എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ തെറ്റ് ക്ഷമിക്കണം. എങ്ങനെ? ഞങ്ങളോട് തെറ്റ് ചെയ്തോട് ക്ഷമിക്കുന്ന പോലെ. അത് അപ്പ പറയുന്നൊരു ഒരു മാനദണ്ഡമാണ്. നമുക്കതിലേക്ക് പിന്നെ വരാം. അപ്പം അങ്ങനെ അപ്പ ഒരിക്കലും അപ്പ അകന്നു പോകാൻ, ഇനി എപ്പോഴും അകന്നു പോയാൽ തന്നെ ഞാൻ തിരിച്ചു വരും, എന്നെ ചേർത്ത് പിടിക്കണേ. ഇത് അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ഇടയ്ക്ക് അറിയാതെ അകന്നു പോകും. പല കാരണം കൊണ്ട് സൂചിപ്പിച്ച പോലെ അകന്നു പോയി തീർന്നു പോയാലോ നടക്കുകയല്ലോ. ഇത് തിരിച്ചു വരണം. ഇനി മൂന്നാമത്, പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാൻ ഇടയാകരുതേ. അപ്പം പോയാൽ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരുമ്പോൾ അപ്പനെ സ്വീകരിക്കണം. വീണ്ടും ഇനി മുന്നോട്ട് അങ്ങനെ പോകാൻ ഇട വരില്ലേ. അപ്പ തന്നെ ഒന്ന് മുൻകരുതലെടുക്കണം. എൻ്റെ വഴികളൊക്കെ അപ്പയ്ക്ക് അറിയാമല്ലോ. എൻ്റെ രസങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ചില സ്വാർത്ഥ താല്പര്യങ്ങളും എടുത്തിയാട്ടമൊക്കെ അപ്പയ്ക്ക് അറിയാമല്ലോ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്പായിരുന്ന് അകന്നു പോകാൻ ഇട വരാതെ അപ്പ തന്നെ എനിക്കൊന്ന് മുൻകൂട്ടി വഴി കാണിച്ചു പറഞ്ഞും തന്ന് ശ്രദ്ധയെടുത്തും അപ്പോൾ സത്യം ഉള്ളപ്പോൾ അത് മുൻകൂട്ടി മുന്നറിയിപ്പ് തന്നൊക്കെ അപ്പ എന്നെ ഒന്ന് കൊണ്ടുപോകണേ. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായത്തിൽ യോഹന്നാൻ ശമര്യ ഗ്രാമത്തിൻ്റെ വതക്ക് വെച്ച് അവർ സ്വീകരിക്കുന്നില്ല, അന്ന് അവർ കിടക്കാൻ സമ്മതിക്കില്ലെന്ന് കേട്ട് കഴിഞ്ഞപ്പം 53-54 വാക്യങ്ങളിൽ ലൂക്കാ 9 തീയിറങ്ങി കത്തിക്കാൻ പറയട്ടെ, ഏലിയ ചെയ്ത പോലെ എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയും, ഏതാത്മാവ നിനക്കുള്ള നീ അറിയുന്നില്ല, മിണ്ടരുത്. അടിക്കുറിപ്പാട്ടി വിവോസിൽ കൊടുത്തിട്ടുണ്ട് 55-ാം വാക്യത്തിൻ്റെ അടിക്കുറിപ്പ്. അപ്പം യോഹന്നാന് ഒരു വേണ്ടാത്ത വഴിക്ക് പോകാൻ ഒരു പ്രേരണ വന്നതാണ്.
സാത്താനിട്ടുള്ള ചിന്തയാണ്, അത് പൈശാചിക അരൂപിയുടെ ചിന്തയാണ്. അപ്പോൾ ഈശോ പറയാണ്, നോ, മിണ്ടിപ്പോകരുത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, മാറിപ്പോ, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പറയും. അങ്ങനെ തിരുത്തുകയാണ്. എന്ന് പറഞ്ഞ പോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടുപോകാൻ, വീണുപോകാൻ എന്നെ അനുവദിക്കരുതേ. അതുകൊണ്ട് എപ്പോഴും എനിക്ക് നിർദ്ദേശം തരണേ, എനിക്ക് ഗൈഡൻസ് തരണേ. അതാണ് പ്രലോഭനത്തിൽ വീഴാൻ ഞങ്ങൾ അനുവദിക്കരുതേ. വീണ്ടും ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. കൊച്ചു പറയണം, അപ്പായുടെ കൂടെ പണ്ടുണ്ടായിരുന്നിട്ട് വഴക്കിട്ട് ചെറിഞ്ഞുപോയ അവന്മാരില്ലേ, അവന്മാരിങ്ങനെ ചുറ്റി നടക്കുന്നിരുന്ന് അപ്പ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അവരെ എല്ലാം കൃത്യം അറിയത്തില്ല. അവരെപ്പോഴാണ് അപ്പായിക്കിട്ട്, അപ്പായുടെ പ്രിയപ്പെട്ട മക്കളെ എനിക്കിട്ട്, മോനായ മോളെ എനിക്കിട്ട് പണി വെക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ, അവൻ്റെ ആൾക്കാരുടെ കയ്യിൽ പെടാതിരിക്കാൻ അപ്പ ഒന്ന് സൂക്ഷിക്കണം. അപ്പ ഞാൻ പോകുന്ന വഴിക്കൊക്കെ അപ്പായുടെ ആൾക്കാരെ വെച്ചേക്കണം, അപ്പായുടെ ആൾക്കാരെ അവിടെ സൂക്ഷിക്കാൻ. ഞാൻ പോകുന്ന വണ്ടി, സ്കൂളിൽ പോകുമ്പം ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ, അപ്പ നല്ല ഹോസ്റ്റലെടുക്കാൻ, മറ്റന്മാർ കയറാത്ത പോലെയുള്ള ഹോസ്റ്റൽ എന്നെ ആക്കാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ അപ്പ എന്നെ അവന്മാരുടെ കൈപ്പെടാൻ അനുവദിച്ചേക്കരുതേ, അപ്പായ്ക്ക് അവന്മാരെ അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുമ്പം അത് അപ്പായോടുള്ള സ്നേഹമാണ്. അപ്പായിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാനായിട്ട് മാക്സിമം അപ്പായ ആഗ്രഹിക്കുന്നവരെ വളർന്ന് കയറി വരാനായിട്ട് ആഗ്രഹിച്ച് പരിശ്രമിച്ച് നീങ്ങുന്ന കുഞ്ഞ് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി എവിടെയാണ് കെണി വെക്കേണ്ടത് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പെടാതിരിക്കാൻ, അതാണ് നമ്മൾ സങ്കീർത്തനം 34 വായിക്കുമ്പോൾ 7 വാക്യത്തിൽ ദൈവഭക്തരെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സംരക്ഷണം എനിക്കും തരണമേ. ജോബിൻ്റെ ഭവനത്തിനും വസ്തുവകൾക്കും കുടുംബത്തിനും എല്ലാം ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കും. സാധാരണ തന്നെ പറയുന്നു, അങ്ങ് സംരക്ഷണം എനിക്ക് വരണേ, മറ്റവനെ കയറാതിരിക്കാൻ എന്ന് അപ്പാട് പറയുമ്പോൾ അപ്പ അത് ഉറപ്പിക്കും. എൻ്റെ കൊച്ചിൻ്റെ വഴിയെല്ലാം അപ്പ ശ്രദ്ധിക്കും, എൻ്റെ കൊച്ചിൻ്റേത് പോകുന്ന വഴിയൊന്നും മറ്റവന്മാരില്ലെന്ന് ഉറപ്പാക്കാനായിട്ട് അപ്പ തന്നെ കയറെടുക്കും. നമ്മൾ അപ്പാട് പറയുകയാണ്. ഇതാണ് 7 യാചനകൾ. നമ്മളൊരു ഒരു പാറ്റിനെ കാണുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അന്തിമ സ്തുതിയുണ്ടല്ലോ, ഫൈനൽ ഡോക്സോളജി, സ്വർഗസ്നായ പിതാവേക്കും അതിന് സൂചിപ്പിച്ചതാണ്. വീണ്ടും കാണാമെങ്കിൽ പോലും ഇത് എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങടേതാണ്. ഇത് പറഞ്ഞ കൊച്ചോ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പായുടെ മടി അപ്പായെ കെട്ടിപ്പിടിച്ചു. കാരണം ഞാൻ അപ്പായുടെ കൊച്ചാ, വേറെ ആരുടെ അല്ല, അപ്പായുടെ കൊച്ചാണ്. അപ്പ എന്തോ ഒരു സ്നേഹിച്ച് ആഗ്രഹിച്ച് എനിക്ക് ജന്മം തന്നെ എന്നെ വളർത്തിയെടുത്തോണ്ടിരിക്കുന്നതിൽ കഷ്ടപ്പെട്ട് അപ്പ എന്നെ വളർത്തുന്ന സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം അപ്പായ്ക്കുള്ളതാ. അപ്പായുടെ കുഞ്ഞായിട്ട് വേണം ജീവിക്കാൻ. വേറെ ഒരുത്തനും വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ കയറി എന്നെ നിയന്ത്രിക്കാനോ വഴിതെറ്റിക്കാനോ കൊണ്ടുപോകാനോ എന്നെ സ്വന്തമാക്കി കിടക്കാനോ ഒന്നും ഇടവരരുത്. ഞാൻ അപ്പായുടെ കുഞ്ഞായിട്ട് തന്നെ ജീവിക്കും. അതിനുള്ള അവകാശം അപ്പായ്ക്കാണ്. ഞാൻ അപ്പായുടെ കുഞ്ഞാണ്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മനോഹരമായി പ്രാർത്ഥന, ആഴമായ ഒരു സമഗ്രമായ കാഴ്ചപ്പാടിൽ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.